എടാ എൻ്റെ ഈ മാസത്തെ പെൻഷൻ്റെ കാര്യം ഒന്നും അറിയാൻ വയ്യ. നീ ആ ട്രഷറിയിൽ പോയി തിരക്കാണ്. ഞാനത് എനിക്ക് കിട്ടുമെങ്കിൽ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അതൊന്നും വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഇപ്പോൾ വരെ നടക്കുന്നു. എന്നാ പിന്നെ ഓഫീസ് തുറക്കാൻ 10 മണിയാവില്ല, അപ്പോഴേക്കും പോവാം. പിന്നെ എൻ്റെ ആ കപ്പയിൽ 2 പഴുത്ത കപ്പയ്ക്കാൻ നിൽക്കുന്നത്, അതിന് കുത്തി കിട്ടുക. ഒന്ന് അമ്മ പെണ്ണിനും കൂടെ കൊടുക്കാമല്ലോ. ഇത് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പത്രം വായിച്ചോണ്ടിരിക്കും. ചേട്ടാ ഒന്ന് വലിച്ചോണ്ട് താടാത്. ഏട്ടാ ഏട്ടാ, ആ പുറകിലത്തെ 2 പപ്പായ പഴുത്തിട്ടുണ്ട്, ഒന്ന് വേഗം ഇട്ടുവന്നേ. ഏട്ടാ ഒന്ന് ചെല്ല്. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? അതെ, പഴുത്ത പപ്പായ മുഖത്ത് വെച്ചാൽ വെളുക്കുന്ന ഞാൻ ഒരു മാസികയിൽ വായിച്ചു. ഒന്നേ ഇവിടെ ബാക്കിയുള്ളവർക്ക് തിന്നാൻ കപ്പയ്ക്കയില്ല, പിന്നെയാണ് നമുക്ക് മുഖത്ത്. ഏട്ടാ ഒന്ന് വേഗം ചെല്ല്, വല്ല കിളിയും കൊണ്ടോ. അതെ, നിങ്ങളുടെ 2 പേരുടെയും മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സമാധാനത്തോടുകൂടി പത്രം വായിക്കരുത്, അത്രയേ ഉള്ളൂ കാര്യം. എവിടെ തോട്ടി? തോട്ടിക്കപ്പുറത്തുണ്ട്. വെള്ള ഷർട്ടും കൊണ്ടും അലക്കി വെടിപ്പാക്കി നീലമുക്കി ഇട്ടിരിക്കുകയാണ് നേതാവ് ക്ലീറ്റോ. എടാ, ഇതൊക്കെ മനസ്സിന് ശുദ്ധിയുള്ള ആളുകൾ ഇടേണ്ടതാണ്. അത്ര പവിത്രമായതാണ് ഈ വെള്ള വസ്ത്രം. ഇനി നീയെങ്ങാനും നാളെ വല്ല MLA മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ല അങ്ങനെയുള്ള ആളുകളെ മതിയല്ലോ. പുല്ല് ക്ലീറ്റോ. എന്താണ്? ഏതാവത് കൊടുക്ക് സാർ, ഏതാവത് കൊടുക്ക് സാർ. ഒന്നുമില്ല പൊക്ക. എന്താ കൊടുക്ക് സാർ? ഡ്രസ് ഫസ്റ്റ് എന്താ കൊടുക്ക് സാർ? എന്നാ ഞാൻ നിനക്ക് ഒരു വെള്ള ഷർട്ടും മുണ്ടും തരട്ടെ? കൊടുക്ക് സാർ, കൊടുക്ക് സാർ, കൊടുക്ക് സാർ. അത് പിടി. ഇതൊക്കെ യോഗ്യതയുള്ള ആളുകൾ ഇട്ടെ കേട്ടാ. അത് കണ്ട நல்ல காலத்து குணம் வரும் சார், நல்ல காலத்து குணம் வரும். ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയി കഴിഞ്ഞാലേ അതിന്റെ ഗമ നിനക്ക് കൂടിയാ. അതൊക്കെ ശരിയാ. എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് ഞാൻ തീർന്നു. നിങ്ങൾ ഇത് തന്നെ ആവണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ പ്രസിഡന്റ് ആയിട്ട് വേണം ചിലന്മാരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് ഞെളിഞ്ഞ് നിൽക്കാൻ. എനിക്ക് മനസ്സിലായി ആരുടെ മുമ്പിലാണ്. ആര്? അതെ, പ്രസിഡന്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ പത്രത്തിൽ ഫോട്ടോ വരും, പിന്നെ എല്ലാ കവലകളിലും ഫ്ലെക്സ് വരും. എല്ലാരെയും ക്ലീറ്റോനെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റുമോ? പിന്നെ എല്ലായിടത്തും വാർത്ത പോവില്ലേ? ഈ ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്റെ ഒരു ഫോൺ കോള് മതി, ആരെ വേണേലും സ്ഥലം മാറ്റാം. പിന്നെ അല്ലാണ്ട്. അതെ, നമുക്ക് ഒരു ഫ്ലെക്സ് ഇവിടുത്തെ ചോറിൽ വെക്കണം. ഈ വീടിന്റെ ഉള്ളിലോ? ഇവിടെ അല്ലേടി, ഇവിടെ ആ പുറത്തുള്ള മതിലില്ലേ വീട്ടിലോട്ട് കേറുന്നതിന്റെ അവിടെ. എല്ലാവർക്കും കാണാൻ പാകത്തിന് വലുത് വെക്കണേ. എല്ലാരും കണ്ടില്ലെങ്കിലും ഒരുത്തൻ രാവിലെ എഴുന്നേറ്റാ എന്റെ പടം തന്നെ കണി കാണും. അയാളുടെ ദിവസം അങ്ങ് പോണം അന്നത്തെ. നീ ഇത്രയും നാള് എന്റെ അവിടെ എന്നെ പോകാൻ കാണി കണ്ടിട്ട് വല്ല കുഴപ്പമുണ്ടോ നിനക്ക്? എന്ത് കുഴപ്പം? ഞാൻ രാജകുമാരിനെ പോലെ ജീവിക്കല്ലേ ഇവിടെ. എന്റെ ക്ലീറ്റോ എനിക്ക് എന്തെല്ലാം ചെയ്തു തരണേ. നീ അതൊന്നും പറയണ്ട, എന്റെ ഡ്രസ്സ് എടുത്തോണ്ട തേക്കട്ടെ. ക്ലീറ്റോ എന്താ എവിടെ ഇട്ടേക്കണേ? അവിടെ തന്നെ ഉണ്ടാവും. അവിടെ ഇല്ല, ക്ലീറ്റോ എടുത്തിട്ട് പോയിണ്ടാവും തുണി. നോക്കടി അങ്ങോട്ട്. എവിടെ ഇട്ടേക്കണേ? അവിടെ വിരിച്ച് നിന്റെ നൈറ്റിന്റെ അടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നൈറ്റി മാത്രമേ ഉള്ളൂ. എന്നെ പുറത്ത് ഇറക്കി അടങ്ങുമെന്ന് തന്നെ. ചേടാ, ഞാനല്ലേ അവിടെ കൊണ്ടിട്ടേ. എന്നാ വന്ന് എടുത്തിട്ടോ. നിനക്ക് എന്നെ പുറത്തിറക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ എടുത്തോളാം. അല്ല, ഇവിടെ ആണല്ലോ ഞാൻ ഇട്ടിരുന്നത്. നിങ്ങൾ ബോധം കേട്ട് അത് ആദ്യം എടുത്തിട്ട് പോയിണ്ടാവും. നീ എന്തായാലും പറയല്ലോ. കാലത്തെ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നുകൂടെ വെയിൽ കിട്ടാനായിട്ട് ഇട്ടിരുന്നതാ. കാറ്റടിച്ചിട്ട് കിണറ്റിൽ വല്ലതും വീണിട്ടുണ്ടാവുമോ? പിന്നെ കിണറ്റിലോട്ട് രണ്ടും കൂടി വീണ എങ്ങനെയാ പോന്ന്? ഇനി അങ്ങോട്ട് വല്ലതും കാറ്റ് കൊണ്ടുപോയെന്നൊന്നും നോക്കിയാ അവിടെ. ഇവിടെ അല്ലേ ഞാൻ ഇട്ടിരുന്നേ. കള്ളന്മാരെടുത്തിട്ട് പോയിണ്ടാവോ? കള്ളന്മാരെ കൊണ്ടുപോയെങ്കിൽ നൈറ്റ് ഇവിടെ കിടക്കല്ലേ, ആ കല ഇവിടെ ഇരിക്കല്ലേ, ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നാ പിന്നെ അമ്മ എങ്ങാനും എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്ക് എന്തിനാ? അമ്മയ്ക്ക് എന്തിനാ? അല്ലേ, നമ്മൾ ആളുള്ളപ്പോ ഇങ്ങനെയാണെങ്കിൽ ആളില്ലാത്തപ്പോ വീട് തന്നെ അടിച്ചോണ്ട് പോകുമല്ലോ. അത് ശരിയാവില്ലല്ലോ. കഷ്ടത് പുഴുതോണ്ട് നിന്ന കാളേനെ കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെയാണല്ലോ. നീ കാളയുടെ കഥ പറയാ അവിടെ എവിടെയും ഒന്നും നോക്കൊന്നൂടെ. അല്ല ക്ലീറ്റോ, ഒരു കാര്യം ചെയ്യാം. ക്ലീറ്റോ പാർട്ടി ഓഫീസിൽ പറഞ്ഞിട്ടേ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറയും. ഇതിപ്പോ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതിപ്പോ ഞാനിപ്പോ ഒന്ന് പ്രസിഡന്റ് ആയി കഴിയട്ടെ, എന്നിട്ട് എനിക്ക് അതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ല, എന്നാലും അത് നമ്മളെ വീട്ടിൽ നിന്ന് സാധനം കാണാതെ പോണെങ്കിലേ
നിന്റെ ഉത്തരവാദിത്ത കുറവ് തന്നെയാണെന്ന് ഞാൻ പറയും. ആ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കും? ഞാൻ അകത്ത് ഒരേ പണിയിലല്ലേ ക്ലീറ്റോ. അല്ല, എന്റെ കാര്യങ്ങളിൽ നിനക്ക് ഈടായിട്ട് ഒരു ശ്രദ്ധയില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് സംഭവിക്കില്ല. സമയത്ത് എടുത്ത് നീ അകത്ത് കൊണ്ടുവന്നെങ്കിലോ?